ഇന്ന് ഞാൻ ചെയ്യുന്ന ഈ എപ്പിസോഡ് ഒരു ഓണം കുക്കിംഗ് അല്ല. ഇത് ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ പേരക്കുട്ടികൾ, എൻ്റെ വീട്, ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും കാണണമെന്നും അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ വീട്ടിൽ എനിക്ക് 3 പെൺകുട്ടികളും അവരെ ഭർത്താക്കന്മാരും അവരെ മക്കളും പേരക്കുട്ടികളും, എനിക്ക് 5 പേരക്കുട്ടികളും എല്ലാവരും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കൊല്ലം ഓണം വീട്ടിൽ നിന്ന് തന്നെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും അതിൽ ഭയങ്കര സന്തോഷമായി. മക്കൾ ഓരോരുത്തരും ഓരോ വിഭാഗമായിട്ട്, ഇപ്പം ആയിഷ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തു സാധനങ്ങളെല്ലാം വാങ്ങിക്കാനൊക്കെ. ഫാത്തിമ ഡെക്കറേഷൻ ചെയ്ത്, നഫീസ കുക്കിംഗ് പാട്ട് നോക്കി, അങ്ങനെ പിന്നെ മരുമക്കളും എല്ലാവരും സഹായിച്ച് ഞങ്ങൾ വീട്ടിൽ ഒരു ഓണാക്കി. അതൊരു പൊന്നോണം തന്നെ, എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഓണം. ഈ ഓണത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? എൻ്റെ ഹസ്ബൻഡ് വാങ്ങി വെച്ച ഒരുപാട് പാത്രങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊക്കെ എൻ്റെ മക്കൾ വന്ന് അതൊക്കെ പോളിഷ് ചെയ്ത് അതിലൊക്കെ പൂക്കളെല്ലാം വെച്ച് അതിനെല്ലാം ഈ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിച്ചപ്പോൾ തന്നെ ഒരുപാട് സമാധാനവും സന്തോഷവും തോന്നി. ഈ കുട്ടികളെയൊക്കെ കൂടെ അല്ലേ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഓണം എനിക്ക് ഓർമ്മയായി. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ ഓണക്കളം ഇടുക, കോമ്പറ്റീഷന്, പിന്നെ അതോടുകൂടിയിട്ടുള്ള ആ ഓണത്തിൻ്റെ സദ്യ വിളമ്പൽ, ടീച്ചേഴ്സ് എല്ലാം വിളമ്പി തരുമായിരുന്നു. ആ ഓണസദ്യ, ആ പൂക്കളം, ഇതെല്ലാം മറക്കാൻ പറ്റുന്നില്ല. എന്നിപ്പോൾ എൻ്റെ പേരക്കുട്ടികളുടെ കൂടെ ഞാൻ വീട്ടിലിരുന്നിട്ട് ഈ ഓണസദ്യ ചെയ്യുമ്പോൾ ഇല്ലേ, സത്യത്തിൽ എനിക്ക് ആ കാലമാണ് ഓർമ്മയായത്. ഇന്ന് ഓണം സെലിബ്രേഷൻ്റെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കാനുണ്ട്. അപ്പം കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പായസമാണ് മമ്പയറും മത്തനും. അപ്പോൾ അതിൽ ഒരുപാട് പണിയൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ കുട്ടികൾക്കെല്ലാം ഇതാ കൂടുതൽ ഇഷ്ടം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കും കണ്ട് ആ പായസം ഞങ്ങളിവിടെ വീട്ടിലുണ്ടാക്കുന്ന ഓണത്തിനുണ്ടാക്കുന്ന മമ്പയറും മത്തനും പായസം ഞാൻ കാണിച്ചു തരാം. മമ്പയർ കുറച്ച് വേവാൻ സമയം എടുക്കുന്നതുകൊണ്ട് നമുക്കത് കുറച്ച് നേരം പൊതിർത്തി വയ്ക്കാം. പൊതിർത്തിയതിൻ്റെ ശേഷം പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് നല്ലോണം വെള്ളവും കൊടുത്തിട്ട് ഒരു 3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് മമ്പയർ നല്ലോണം വെന്ത് വരും. ഈ വെള്ളത്തിൻ്റെ കളറ് മമ്പയറിൻ്റെ കളറാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ മമ്പയർ നല്ലോണം പൊതിർത്തി വേവിച്ച മമ്പയറാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട്, ഈ ഏത് ശർക്കര ഞങ്ങളവിടെ കിട്ടുന്ന ആ ശർക്കര ഉപയോഗിച്ചാൽ മതി. ശർക്കര മധുരത്തിനനുസരിച്ച് ഞാനിവിടെ ഒരു 4 ആണി ശർക്കര ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ശർക്കര നല്ലോണം മെൽറ്റ് ചെയ്തിട്ട് ഈ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ആ നേരത്ത് ഈ വെന്ത മമ്പയറിലേക്ക് മത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ലൈക്ക് മത്തൻ വലിയ ചങ്കായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ആ മത്തനിലേക്ക് ഈ പയറിലേക്ക് ഈ മത്തൻ ഇട്ടിട്ട് കുക്ക് ചെയ്യുക. മത്തൻ വെന്തോന്നൊന്ന് ചെക്ക് ചെയ്യുക. മത്തൻ വെന്തിട്ടുണ്ട്. മത്തൻ കുറച്ച് ഉടയുന്നത് നല്ലതാണ്. ആ മത്തൻ്റെ സ്വീറ്റ്നെസ്സും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ആ മമ്പയറിൻ്റെ കൂടെ വരുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആവും. നമുക്ക് ഇനി ഇതൊന്ന് ടെമ്പർ ചെയ്യണം. അപ്പം അതിന് കുറച്ച് നെയ്യിൽ കുറച്ച് അണ്ടി മുന്തിരി മൂപ്പിച്ചിട്ട് തേങ്ങാപ്പാലൊഴിച്ച്
ഒരു 2 കല്ല് ഉപ്പ്, ആ മധുരത്തിൻ്റെ ഇതൊന്ന് ബാലൻസ് ആവാൻ ഉപ്പിട്ട് ഇതിലേക്ക് അണ്ടി മുന്തിരി നല്ല നെയ്യിൽ വറുത്തത് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മധുരം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പായസം റെഡി. പായസം റെഡിയായി. എത്ര എളുപ്പം. പായസം റെഡി. ലെറ്റ്സ് സർവ് പായസം. ലെറ്റ്സ് സർവ് പായസം. പായസം റെഡി. നക്ക് നക്ക് നക്ക്. Smile for eating. Yeah. How do you smile? Show me how do you smile. Wow, such a pretty smile you have. Hi. Say happy Onam. No. Happy Onam. No. Happy Onam. No. Happy Onam. No. ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ കാര്യമാണ് ഒരു നാട്ടിൻ്റെ. നമ്മളിപ്പോഴത്തെ മക്കളെല്ലാം അതെല്ലാം മറന്നുപോയി. മേ ബി നമ്മൾ പാരൻസ് അവർക്കൊന്നും ഇതൊന്നും പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും വരുമ്പം അമ്മമാരെല്ലാം പണ്ട് അവരുടെ അനുഭവം, അവരെ അമ്മമാർ അവർക്ക് ചെയ്തു കൊടുത്തതും അവരുടെ മുത്തശ്ശിമാർ അവരെ പരിചയപ്പെടുത്തി കൊടുത്തതും അന്നത്തെ ദിവസം ഓണത്തിന് അവരെന്തൊക്കെ ചെയ്തു അതെല്ലാം നമ്മൾ വരാൻ പോണ ജനറേഷനും ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മളെ പാത്രങ്ങളിലും നമ്മളെ അടുപ്പ് ഊതിയിട്ടും എന്തൊക്കെയും നമുക്ക് നമ്മളുടെ പരമ്പരാഗത അവരിലേക്ക് ഒന്ന് പാസ് ചെയ്യാൻ പറ്റുക. അങ്ങനെ ആവണം ഈ പ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ. അവനാൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ അവനാൻ്റെ മക്കളുടെ കൂടെ ആ ഒരു കൾച്ചറൽ ഇത് തിരിച്ചു വരട്ടെ. അത് നമ്മൾ എത്രത്തോളം ചെയ്യാണ്ട് നിൽക്കുന്ന അത്രത്തോളം ഇത് പാസ് ഓൺ ആവില്ല. നമ്മൾ വേണം നമ്മളുടെ ഈ അടുത്ത ജനറേഷനിലേക്കും ഇനിയുള്ള ജനറേഷനിലേക്കും നമ്മളെ കൾച്ചറൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും അവരനുഭവിച്ചാലേ അവർക്കും അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളവരെ കുറ്റപ്പെടുത്തുക അല്ലാണ്ട് നമ്മളവരെ പരിചയപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മളുടെ കൾച്ചറും നമ്മൾ കഴിച്ചിരുന്നതും ഞങ്ങളുടെ പാത്രങ്ങളും ഞങ്ങളുടെ ജീവിത രീതികളും ഇതെല്ലാം മറന്നു പോകാണ്ടിരിക്കട്ടെ. So this is Abida Rashid and family signing off. Happy Onam. Happy Onam.